നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. അതായത് ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച് ഏകദേശം ഒരു 6 മാസക്കാലത്തോളം മാർച്ച് 30-നാകും നമ്മുടെ കേരള സംസ്ഥാനം ഒട്ടാകെ മാലിന്യമുക്തമാക്കുന്നുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്നിപ്പോൾ നമ്മുടെ ഈ മൃഗാശുപത്രി നമ്മുടെ ഇവിടെ ആദ്യം നമുക്കറിയാത്ത ഭയങ്കരമായിട്ട് വൃത്തിഹീനമായിട്ടാണ് കിടന്നത്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മുടെ ഭയങ്കരമായ ജീവനക്കാരെല്ലാവരും കൂടെ ചേർത്ത് ഇതിനെ അവസ്ഥയിലേക്ക് മാറ്റി നമ്മളിവിടെ ഒരു ഉദ്യാനം ഹരിതോദ്യാനത്തിൻ്റെ ഒരു സംഗതിയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആയതിലേക്ക് നമുക്ക് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ വിനോദ് സാറാണ്. വിനോദ് സാർ നമ്മൾ പുതുതായിട്ട് വന്ന് ജയിച്ചതാണ്. സാർ വന്നിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസമേ ആയിട്ടുള്ളൂ. അതിനകം തന്നെ ഇങ്ങനൊരു പ്ലാൻ കൂട്ടാനും മറ്റ് സംഗതികളെല്ലാം ഒരുക്കാനും സഹായിച്ചത് സാറിൻ്റെ ഒറ്റ ഒരു കഴിവുകൊണ്ടാണ്. സാറിന് ആദ്യമായിട്ട് ഈ ചടങ്ങിലേക്ക് അധ്യക്ഷൻ്റെ സ്ഥാനത്തെ ചടങ്ങിലേക്ക് ഞാനത് ഹാർദമായി ഇതിനകത്ത് നമ്മുടെ ഉദ്ഘാടനമാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ടെലിവിഷൻ ചാനലിലൊക്കെ ഇവിടെയൊക്കെ നമുക്ക് അറിയപ്പെടുന്ന നമ്മുടെ ജോബിച്ചേട്ടനാണ്. ജോബിച്ചേട്ടൻ നമ്മളെപ്പോലെ തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സീനിയർ മാനേജറായിട്ട് ഈ ഇടക്കാലത്തായിട്ട് നമുക്ക് സർവീസിൽ നിന്ന് വിരമിക്കുകയും അതിനുശേഷം സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നതും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജോബിച്ചേട്ടനെ നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടനമായിട്ട് പരിപാടിയിലേക്ക് ഇത്രയും ചെറിയ പരിപാടിയായിട്ടും നമ്മൾ വിളിച്ച ഉടനെ നമ്മൾ വന്നതിന് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചേട്ടനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം ചെയ്യുന്നത്. ഇത് നമുക്കറിയാം നമ്മുടെ മുഖ്യ പ്രഭാഷകനാണ് നമ്മൾ രഞ്ജിത്ത് ചങ്ങനാട് സാറാണ്. സാറിന് നിങ്ങൾക്കറിയാം സൂര്യ ടി വിയിലുള്ള പല പ്രോഗ്രാമിലൂടെയും ഊരാ കൊടുക്കുന്നുള്ള പ്രോഗ്രാമിലൂടെ നമുക്ക് സുപരിചിതനാണ്. ഇപ്പോൾ ടെലിവിഷൻ രംഗത്തും മറ്റെല്ലാവരും ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചേട്ടനാണ്. ചേട്ടനും ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ മുഖ്യ പ്രഭാഷകനായിട്ട് വന്നതിൽ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ഹാർദവമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എച്ച് ഐ ആണ് നമ്മുടെ എച്ച് ഐ ആയിട്ടുള്ള നമ്മുടെ സുനിത മേഡമാണ് നമ്മുടെ ഇതിൻ്റെ ഹെൽത്തിൻ്റെ തലവനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് മേഡമാണ്. നമ്മുടെ ജയിച്ചമാരുടെയും നമ്മുടെ ഈ ഹെൽത്തിൻ്റെ എല്ലാ വർക്കും ഏകോപിച്ച് കൈകാര്യം ചെയ്യുന്നത്. മേഡത്തിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിൻ്റെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൃഗാശുപത്രിയുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടുള്ള വിദ്യാ മേഡമുണ്ട്. വിദ്യാ മേഡത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്, നമ്മുടെ ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരാണ് ഈ രീതിയിലേക്ക് വെറും 2 ദിവസം കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമുക്കിത് ചെയ്യാൻ സാധിക്കുമോ? 2 ദിവസത്തിനകം ജീവനക്കാരെല്ലാം പ്ലാൻ ചെയ്യുകയും ചെയ്തു. പിന്നെ അതുകൊണ്ട് നമുക്ക് ജീവനക്കാരെല്ലാവരും ഒത്തുകൂടി അവരെയൊക്കെ ശരിയാക്കാൻ സംഘടിപ്പിച്ച് അവരെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ നമ്മുടെ ഭയങ്കര ജീവനക്കാരെ ഹരിതകർമ്മസേന അംഗങ്ങളെ പിന്നെ നമ്മുടെ കൂടെ ജയിച്ചവരെ എല്ലാവർക്കും നമ്മുടെ മാധ്യമ എല്ലാവരും നമ്മളെ ആദ്യമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് ക്ഷണിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട ഉദ്ഘാടകർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഒരുപാട് പ്രോഗ്രാമുകളിൽ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ നിരവധി പ്രോഗ്രാമുകളിൽ പ്രസൻറ്റീവായ ജോബി ജോബി ചേട്ടൻ എന്ന സ്നേഹപൂർവ്വം ഞാൻ വിളിക്കുന്ന ജോബി ചേട്ടൻ മുഖ്യ ആശംസയായിട്ട് കടന്നു നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാൻ കൊതിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിത്ത് ചങ്ങനാട്, ബഹുമാനപ്പെട്ട കിച്ചി, ബഹുമാനമുള്ള ലൈഫ് സ്റ്റോക്ക്, ബഹുമാനമുള്ള ചേച്ചി സുഹൃത്തുക്കൾ, ബഹുമാനമുള്ള ഹരിതകർമ്മ ഇതൊരു നല്ല നിമിഷമാണ്. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായതൊരു മഹനീയമായ നിമിഷമായി കാണുന്നു. ഞാൻ വന്നിട്ട് ഈ പറഞ്ഞ പോലെ കഷ്ടിച്ച് 10 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ ഇവിടെ ഞാൻ കണ്ടപ്പോൾ വളരെ കൂമ്പാരമായി കല്ലുകളാൽ കിടന്ന ഇഴജാതികൾ പോലും വന്നിരിക്കുന്ന വളരെ ചപ്പുചവറുകളെ കിടന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു ഓഫീസിൻ്റെ അങ്കണം എന്ന് പറയുന്ന സ്ഥലം വൃത്തിഹീനമായി കിടക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പ്രയാസം തോന്നി. എന്തെങ്കിലും കാര്യം ആദ്യമായി ചെയ്യണമെങ്കിൽ ഇത് തന്നെ ഉന്നം വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കൂടെ ഒത്തിരി സഹപ്രവർത്തകരും നമ്മുടെ ഹെഡും ഒക്കെ അതിനു വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു. വളരെ ഈ പറഞ്ഞ പോലെ 3 ദിവസങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം. അതൊരു അത്ഭുതകരമായ മാറ്റമാണ്. ആ മാറ്റത്തിന് കാരണം അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയത് പ്രത്യേകിച്ച് നമ്മുടെ ജീവനക്കാരാണ്. അവിടെ വളരെ ഉഷാറായിട്ട് ഉന്മേഷകരമായിട്ട് കാര്യങ്ങൾ ചെയ്തു. മണ്ണൊക്കെ കൊണ്ടടിച്ച് ഇത് വളരെ നമുക്ക് കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പുള്ള ചിത്രവും ഇന്നത്തെ ചിത്രവും നോക്കുമ്പോൾ മനസ്സിലാകാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കർമ്മം ചെയ്യാൻ ഉദ്ഘാടകനായിട്ട് വളരെ
പ്രശസ്തനായ ഗാന്ധിയനും ഡയറക്ടറുമായ VR ഗോപിനാഥ് സാറിനെ അറേഞ്ച് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് വേറെ അസൗകര്യം വന്നു. അദ്ദേഹം അടൂർ സാറിൻ്റെ വീട്ടിലെത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം അതിലേറെ യോഗ്യനായ പ്രിയപ്പെട്ട ജോബിച്ചേട്ടൻ്റെ കരങ്ങളിലേക്ക് ഭദ്രമാണ്. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നിർത്തേണ്ടതാണ്. പ്രത്യേകിച്ച് അടൂർ സാർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ വളരെ ഗ്രാൻഡ് പ്രോഗ്രാമാണ്. നിങ്ങളെല്ലാവരും അവിടെയും കടന്നു വരണം. ഈ നല്ല സംരംഭം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ സ്നേഹം സ്വീകരിച്ചെത്തിയ പ്രിയപ്പെട്ട ജോബിച്ചേട്ടനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുക. തുളസിയല്ല വയ്ക്കുന്നത് അല്ലല്ല സന്തോഷം. ആ ബാക്കി മണ്ണോ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ പറഞ്ഞ ബാക്കി ഒരു മിനിറ്റ് ആ